നമസ്കാരം സുഹൃത്തുക്കളെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP ഒന്നാം സെമിസ്റ്റർ MDC മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ വരുന്ന ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ MDC സർഗാത്മക രചനയും സാഹിത്യവും അഥവാ MDCയിൽ വരുന്ന മലയാളം പേപ്പറിലുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പേപ്പറിൽ പല കവിതകളും എഴുതാനുണ്ടായ പശ്ചാത്തലം, സാഹചര്യം പഠിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒരു കവിതയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പിറക്കാത്ത മകന്. ഈ പിറക്കാത്ത മകന് എന്ന് പറയുന്ന കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതാനുണ്ടായ സാഹചര്യം, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കവിതയല്ല പഠിക്കാനുള്ളത്, എഴുതാനുണ്ടായ സാഹചര്യം, പശ്ചാത്തലമാണ് പഠിക്കാനുള്ളത്. ഇത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ തന്നെ ചിദംബര സ്മരണ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിലുള്ള ഒന്നാമത്തെ അധ്യായമാണ്. ആ അധ്യായത്തിലാണ്, ഭ്രൂണഹത്യ എന്നാണ് ആ അധ്യായത്തിന്റെ പേര്, ആ അധ്യായത്തിലാണ് ഈ കവിത എഴുതാനുള്ള സാഹചര്യം പറയുന്നത്. അപ്പൊ ആ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ പഠിക്കാനുള്ള ഭാഗത്തേക്ക് പോവാം. വായിച്ച് സംസാരിച്ച് അങ്ങനെ മുന്നോട്ട് പോവാം. നോക്കാം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ കവിത രചിച്ചിട്ടുള്ളത് എന്ന്. ഭ്രൂണഹത്യ പറഞ്ഞു. ചിദംബര സ്മരണ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്. 1981 എറണാകുളം മഹാരാജാസ് കോളേജിൽ ഞാൻ 2ാം വർഷം BAയ്ക്കും എൻ്റെ ഭാര്യ വിജയലക്ഷ്മി 1ാം വർഷം MAയ്ക്കും പഠിക്കുന്നു. 1981 സംഭവം നടക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇദ്ദേഹം ബാലചന്ദ്രൻ ചുള്ളിക്കാട് 2ാം വർഷ BAയ്ക്ക് പഠിക്കുകയാണ്. എന്നാൽ ഭാര്യ വിജയലക്ഷ്മി 1ാം വർഷ MAയ്ക്ക് പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നും ഇദ്ദേഹത്തിനേക്കാളും പ്രായമൊക്കെ കൂടുതലുള്ള ആളാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എനിക്ക് വയസ്സ് 23 കഴിഞ്ഞു, അവൾക്ക് 20. പിന്നെ അദ്ദേഹം എന്തായിരിക്കും ഈ പാഠത്തിലൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ ബാക്കായി പോയിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അതിഭീകരമായ കുട്ടിക്കാലമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ തന്നെ പല ഇന്റർവ്യൂവിലും അതുപോലെ ഈ പുസ്തകത്തിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഭീകരമായ കുട്ടിക്കാല അനുഭവങ്ങളിലൂടെ ഒക്കെ പോയ ആ മനുഷ്യൻ തൻ്റെതായ ഇടം കണ്ടെത്തി വളരാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവൾക്ക് 20. വീടോ രക്ഷിതാക്കളുടെ തണലോ ഇല്ലാത്ത ഞങ്ങൾ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നു. എഴുത്തിൽ നിന്നുള്ള തുച്ഛമായ വരുമാനവും നല്ലവരായ ചില സുഹൃത്തുക്കളുടെ സഹായവുമാണ് ഞങ്ങളുടെ ജീവിത ആശ്രയം. അപ്പൊ അത്രയും ചെറിയ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടും വിജയലക്ഷ്മിയും. അപ്പോ ബാലചന്ദ്രൻ ചുള്ളിക്കാടും അതുപോലെ തന്നെ വിജയലക്ഷ്മിയും അത്രയും ചെറിയ സാഹചര്യത്തില് രക്ഷിതാക്കളുടെ ഒന്നും തണലിലല്ലാതെ ജീവിക്കുകയാണ്, ഹോസ്റ്റലുകളിലായിട്ട് ജീവിക്കുകയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് BA സെക്കൻഡ് ഇയറിനും വിജയലക്ഷ്മി MA ഫസ്റ്റ് ഇയറിനും പഠിക്കുന്ന സമയമാണ്. ഒരു ദിവസം രാവിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടനാഴിയിൽ വെച്ച് വിജയലക്ഷ്മി എന്നോട് പരിഭ്രാന്തിയോടെ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്. ഞാൻ നടുങ്ങി. അവധി ദിവസങ്ങളിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഞാനും വിജയലക്ഷ്മിയും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. അതിന്റെ ദുരന്ത ഫലം. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പരിതാപകരമായ അവസ്ഥ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പരിതാപകരമായ അവസ്ഥ? ജോലിയില്ല, എഴുത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം, സുഹൃത്തുക്കളുടെ സഹായം, നാഥനില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്ന സമയമാണ്. അതിനിടയിലാണ് വിജയലക്ഷ്മി തന്നിൽ നിന്ന് ഗർഭം ധരിച്ചിരിക്കുന്നത്. എന്തു ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള നടുങ്ങലിലാണ് ഇവിടെ എഴുത്തുകാരനായ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അവധി ദിവസങ്ങളിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഞാനും വിജയലക്ഷ്മിയും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. അതിന്റെ ദുരന്ത ഫലം. കേറിക്കിടക്കാൻ വീടോ തൊഴിലോ ബന്ധുസഹായമോ ഒന്നുമില്ലാത്ത ഏഴകളായ ഞങ്ങൾ ഒരു കുഞ്ഞിന്റെ പിറവി എങ്ങനെ താങ്ങും? ഒരു കുഞ്ഞിന്റെ പിറവി എന്ന് പറയുമ്പോൾ എന്തോരം ചെലവുണ്ട്, എങ്ങനെ താങ്ങും? അതിനെ എങ്ങനെ വളർത്തും? പഠനം പോലും പൂർത്തിയാക്കിയിട്ടില്ല. പറഞ്ഞു, സെക്കൻഡ് ഇയർ BAയും ഫസ്റ്റ് ഇയർ MAയ്ക്കും പഠിക്കുകയാണ്. പഠനം പോലും പൂർത്തിയാക്കിയിട്ടില്ല. നിസ്സഹായത കൊണ്ട് ഞാൻ വീർപ്പുമുട്ടി. ഞാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. നിസ്സഹായത കൊണ്ട് ഞാൻ വീർപ്പുമുട്ടി. സകല ദൈവങ്ങളെയും ശപിച്ചു. അവളെ കണ്ടുമുട്ടിയ ദുർഭഗ നിമിഷത്തെ ശപിച്ചു. എന്തൊരു അഗ്നി പരീക്ഷണം! ഞാൻ എന്തിനായിരുന്നു അവളെ കണ്ടുമുട്ടിയത്? അതുകൊണ്ടൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ആ കണ്ടുമുട്ടി, അതിനുശേഷം ആ ബന്ധം പുരോഗമിച്ചല്ലേ ഇങ്ങനെയൊക്കെ ആയത്? എന്തിനു ഞാൻ അവളെ കണ്ടുമുട്ടി എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഈ ഒരു ചെറിയൊരു ഭാഗം, ഇദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ചെറിയൊരു ഭാഗം 2-3 പേജിൽ നിന്ന് തന്നെ ഒരു മനുഷ്യൻ ഒരു ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിലേക്ക് എത്തുമ്പോൾ അവന്റെ സ്വഭാവം എങ്ങനെയൊക്കെ മറിയും എന്നുള്ളത് എഴുത്തുകാരൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, ആദ്യം ഞെട്ടി, പിന്നെ ആലോചിക്കുകയാണ് എന്തിനാണാവോ ഞാൻ അവളെ കണ്ടുമുട്ടിയത്. ദെൻ എന്റെ മുന്നിൽ കണ്ണുനീരോടെ വിവശയായി നിൽക്കുകയാണ് എന്നിൽ നിന്നും ഗർഭം ധരിച്ച ഒരു പെണ്ണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ, അല്ലേ? വേറെ വഴിയൊന്നുമില്ല. എന്നിൽ നിന്നാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ.
എങ്ങനെയും ഈ പ്രതിസന്ധിയെ നേരിട്ടേ പറ്റൂ. അപ്പം ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ അഥവാ ഇതിലെ ഈ പ്രധാന കഥാപാത്രത്തിന്റെ അദ്ദേഹത്തിന്റെ തന്നെ അനുഭവമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഇങ്ങനെ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ആദ്യം ഞെട്ടല്, പിന്നെ അവളെ കണ്ട നിമിഷത്തെ ശപിച്ചു, ഇപ്പം അതിനുശേഷം ഒരു ധൈര്യം വരികയാണ്, ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ, എങ്ങനെയും ഈ പ്രതിസന്ധിയെ നേരിട്ടേ പറ്റൂ. പക്ഷെ എങ്ങനെ? ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്രയും ദാരിദ്ര്യത്തിൽ ജോലിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്കിലും ഈ സന്ദർഭത്തിൽ എൻ്റെ നിസ്സഹായത അവളെ അറിയിച്ചുകൂടാ. ഇയാളിൽ നിന്നും ഗർഭം ധരിച്ച പെണ്ണാണ് അവള്. അപ്പൊ അവിടെ ഈ പുരുഷൻ നിസ്സഹായനായി കൈമലർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൾ വല്ല കടുങ്കയും ചെയ്ത് കളഞ്ഞാലോ? ഞാൻ നിസ്സഹായനാണ് എന്നുള്ള കാര്യം അവളെ അറിയിച്ചുകൂടാ. ഇല്ലെങ്കിലും ഇല്ലാത്ത ധൈര്യം അവളുടെ മുമ്പിൽ അഭിനയിച്ചേ പറ്റൂ. അഥവാ ഞാൻ അങ്ങനെ അറിയിച്ചു പോയാൽ, ഞാൻ നിസ്സഹായനാണെന്ന് പറഞ്ഞു പോയാൽ അവൾ തകർന്നു പോകും, വല്ല അബദ്ധവും കാണിച്ചേക്കും, സൂചനയാണ്, വല്ല മരിച്ചു കളയണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലോ? ആവുന്നത്ര ധൈര്യമാർജിച്ച് ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോ പെണ്ണേ, നിനക്ക് ഞാനില്ലേ, ഈ കോളേജിലെ ഏതെങ്കിലും ക്ലാസ് മുറിയിൽ കിടന്ന് നീ പെറും, നമുക്ക് വേറെ ഏത് വീട്, നമ്മുടെ സഹോദരങ്ങളായി ഇവിടുത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളില്ലേ, സഹായിക്കാൻ 10-200 അധ്യാപകരില്ലേ, തൊട്ടടുത്ത് ധർമാശുപത്രിയില്ലേ, പോകാൻ പറ. പട്ടിയും പൂച്ചയും പോലും ഗർഭം ധരിച്ച് പ്രസവിക്കുന്നു. പിന്നല്ലേ കൊടുത്ത ധൈര്യം നോക്കൂ. അത് ആ വാക്കുകളിലൊക്കെ ഒരു വെറും വാക്കിന്റെ ധ്വനി ഉണ്ടല്ലേ, അതായത് എല്ലാം തകർന്നു നിൽക്കുന്ന, പേടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ കൊടുക്കുന്ന ധൈര്യമല്ലേ അത്? ഇതൊരു അതിര് കടന്ന ധൈര്യം കൊടുക്കലാണ്. ഇത്രയൊക്കെ ഒരു സാധാരണ മനുഷ്യന് ധൈര്യം കൊടുക്കാൻ പറ്റുമോ? സാധാരണയിൽ കവിഞ്ഞ ധൈര്യം മനുഷ്യന് എപ്പോഴാ കൊടുക്കാൻ പറ്റുക? വല്ലാതെ തകരുമ്പോ. പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണത്. എന്റെ തട്ട് ഫലിച്ചു, അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടോ, എന്റെ തട്ട്, ഞാനൊന്ന് തട്ടിയതാണ്. വിജയലക്ഷ്മിയുടെ കരച്ചിൽ അടങ്ങി. കാരണം അദ്ദേഹത്തിൽ നിന്നാണ് വിജയലക്ഷ്മി ഗർഭിണിയായിരിക്കുന്നത്. ആ പുരുഷനിൽ നിന്ന് ഇത്രയും ധൈര്യം പകരുന്ന ഒരു വാക്ക്, അതിൽ കൂടുതൽ എന്ത് വേണം ആ പെൺകുട്ടിക്ക്? കരച്ചിൽ അടങ്ങി, അവൾ മുഖം തുടച്ചു, അവളുടെ മുഖത്ത് ഗർഭ സൗന്ദര്യം വിളങ്ങി. എന്റെ കൂടെ ഉണ്ടായാൽ മതി, ഞാൻ എന്തും സഹിച്ചോളാം എന്ന് പറയുകയാണ് ആ സ്ത്രീ വിജയലക്ഷ്മി. വിജയലക്ഷ്മി വിനീതയായി. അവൾ അഭിമാനത്തോടെ ക്ലാസ്സിലേക്ക് പോയി. അഭിമാനത്തോടെ. ഓരോ വരിയും ശ്രദ്ധിക്കണേ. നമ്മള് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളാണ് കൂടുതൽ വായിച്ചിട്ടുള്ളതെങ്കിലും ഈ ഗദ്യത്തിലും അദ്ദേഹത്തിന്റെ മികച്ച സാഹിത്യ വൈഭവം, പാടവം അതൊക്കെ നമുക്ക് കാണാം. അവൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തീയാളി. നോക്കൂ, തൽക്കാലത്തേക്ക് കൊടുത്ത ധൈര്യമാണത്. ഇവിടെ 10-200 ക്ലാസ് മുറികളില്ലേ, അധ്യാപകരില്ലേ, സഹോദരങ്ങളായ ക്ലാസ്മേറ്റ്സ് ഇല്ലേ, നമുക്ക് എന്ത് പട്ടിയും പൂച്ചയും വരുന്നില്ലേ, പിന്നെയാണെന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്താണ്. അവൾക്ക് ധൈര്യം കൊടുത്ത് അവൾ ധൈര്യത്തോടെ അങ്ങ് പോയതോടുകൂടി എൻ്റെ ഉള്ളിൽ തീയാളി. എന്ത് ചെയ്യും? ആരോട് പറയും? എങ്ങനെ ഞാനിതിനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ്. ഭ്രൂണഹത്യ നടത്തണം, വേറെ വഴിയില്ല. ഭ്രൂണഹത്യ നടത്തണം. അതായത് ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊന്നും പറയാനായിട്ടില്ല, ഭ്രൂണം മാത്രമാണ്, അതിനെ കൊല്ലണം, വേറെ വഴിയൊന്നുമില്ല. എന്ത് ചെയ്യും? ഭ്രൂണഹത്യ നടത്തണം, വേറെ വഴിയില്ല. കോളേജിനടുത്തുള്ള ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഓടി. അവിടുത്തെ ഡോക്ടർ ശാന്ത വാര്യരെ കണ്ട് കാര്യം പറഞ്ഞു. ആദ്യത്തെ ഗർഭമല്ലേ, മഹാപാപം, പിന്നീട് കുട്ടികൾ ഉണ്ടായില്ലെന്ന് വരാം, ഞാനിതിന് കൂട്ടി നിൽക്കില്ല എന്ന് പറയുകയാണ് ഡോക്ടർ ശാന്ത വാര്യർ. ആദ്യം തന്നെ സാത്വികയായ ഡോക്ടർ ശാന്ത വാര്യർ എന്നെ കൈയൊഴിഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ ഗതികേട് വിശദീകരിച്ചു. നോക്കൂ, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഇമോഷൻസ് ഇങ്ങനെ പോണേ. അതായത് ആദ്യം ഈ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടി, നിസ്സഹായനാണ്, എന്നാലും കൃത്രിമമായി ധൈര്യം കൊടുത്തു. അതിനുശേഷം നേരിട്ടേ പറ്റൂ. ദെൻ ഇവിടെ ആ ഡോക്ടർ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പൊട്ടിക്കരച്ചിലേക്ക് എത്തുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ ഗതികേട് വിശദീകരിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ഡോക്ടർ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ 2 പേരുടെയും ശവം ഈ കായലിൽ ഒഴുകി നടക്കും, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല. ആ നിലയിലേക്ക് എത്തിയ ആ മനുഷ്യൻ. ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കണേ, മാനസികാവസ്ഥ മനസ്സിലാക്കണേ. അതിൽ ഡോക്ടർ പേടിച്ചു. അവർ പറഞ്ഞു, വീട്ടുകാരെ ധിക്കരിച്ച് ഓരോന്ന് ചെയ്താൽ ഇതാ ഫലം, എന്തായാലും കുട്ടിയെ കൊണ്ടുവരൂ, ഞാൻ നോക്കട്ടെ. അന്ന് വൈകുന്നേരം മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നിലെ ഒഴിഞ്ഞ ഒരു കോണിൽ വെച്ച് ഞാൻ വിജയലക്ഷ്മിയോട് പോംവൈ അവതരിപ്പിച്ചു. എന്താ പോംവൈ? ഭ്രൂണഹത്യ. വിജയലക്ഷ്മി സമ്മതിക്കുവോ? നോക്കാം. അവൾ അമ്പരന്നു, പിന്നെ പൊട്ടിക്കരഞ്ഞു. ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അവൾ ഭ്രാന്തമായി പുലമ്പി. കുഞ്ഞ് പിറന്നാൽ അത് നരകിക്കും, അതിനോട് എള്ളോളം സ്നേഹമുണ്ടെങ്കിൽ നീ സമ്മതിക്കണം. ദയാവധം എന്ന് കരുതിയാൽ മതി, പിന്നെ ആത്മരക്ഷയ്ക്ക് ആരെയും കൊല്ലാം, ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പുരുഷന്റെ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന പുരുഷന്റെ ഉള്ളിലെ അടുത്ത മുഖം, അതായത് അവൾ കരയുന്നു, സമ്മതിക്കുന്നില്ല, ഭ്രൂണഹത്യക്ക് സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയാണ്, എന്താണ്, ആ കുട്ടി ഇപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ നരകിക്കും, നമുക്ക് 2 പേർക്കും ജോലിയില്ല, നമ്മൾ തന്നെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്നതാണ്, പഠിത്തം തന്നെ കഴിഞ്ഞിട്ടില്ല, കുട്ടി നരകിക്കും. അപ്പൊ ഇതിനെ ദയാവധമായിട്ട് കാണൂ. എന്താ ഈ ദയാവധം?
അല്ലാതെ ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരെ മേഴ്സി കില്ലിംഗ് എന്ന് പറയും. അതായത് ഇനിയും അവർ ജീവിച്ച് കഷ്ടപ്പെടേണ്ട, ഒരുപാട് പെയിനൊക്കെ അനുഭവിക്കുന്നവരെ കൊല്ലാനുള്ള റൂളുള്ള രാജ്യങ്ങളുണ്ട്. അതാ ദയാവധം, ദയ കൊണ്ട് കൊല്ലുക. അങ്ങനെ ഇതിനെ ദയാവധമായിട്ട് കണ്ടാൽ മതി. പിന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആരെയും കൊല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഈ എഴുത്തുകാരന്റെ മനസ്സ് പിന്നെയും അടുത്ത തലത്തിലേക്ക് വരികയാണ്. ഈ രീതിയിൽ സമീപിച്ച് നോക്കുകയാണ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവൾ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. പെട്ടെന്ന് ഞാൻ അവളുടെ കഴുത്തിന് പിടിച്ചു ഞെരിച്ചു. പുരുഷന്റെ അടുത്ത മുഖം എല്ലാ വഴിയും നോക്കി, നടക്കുന്നില്ല. പെട്ടെന്ന് ഞാൻ അവളുടെ കഴുത്തിന് പിടിച്ചു ഞെരിച്ചു. എങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലും, അതോടെ എല്ലാ പ്രശ്നവും തീരും. പല്ല് കടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അടുത്ത മുഖമാണ് പുരുഷന്റെ. ഇതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ദേഷ്യത്തിലേക്ക് വന്നു, ആക്രമണത്തിലേക്ക് വന്നു. എന്റെ കൈകളിൽ വിജയലക്ഷ്മിയുടെ കഴുത്ത് ഞെരിഞ്ഞു. അവൾ കണ്ണു തുറിച്ചു. എന്റെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ തലയാട്ടി. ഞാൻ കൈവിട്ടു. തലയാട്ടി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു, ഭ്രൂണഹത്യക്ക് സമ്മതിച്ചു. ഞാൻ കൈവിട്ടു. അവൾ 2-3 കുരകുരച്ചു, ഒന്ന് ഛർദിച്ചു. നോക്കൂ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നുള്ള രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ നിന്ന് ഇതുവരെ ഇങ്ങനെയൊക്കെ കടന്നുപോയ ആ പുരുഷൻ ക്രൂരതയിലേക്ക് എത്തി. കൈത്ത് പിടിച്ച് ഞെരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആ ദാരുണ രംഗം എങ്ങനെയാണ് അവസാനിച്ചത്? എങ്ങനെയോ ആ സീന്, കൈത്ത് പിടിച്ച് ഞെരിച്ചു, അവൾ ഛർദിച്ചു എന്നൊക്കെ പറയുന്ന രംഗം എങ്ങനെയായിരുന്നാവോ അവസാനിച്ചത്? ഞാൻ ഓർക്കുന്നില്ല. എങ്ങനെയോ 3-ാം ദിവസം രാവിലെ ശിഷ്യവത്സലരായ ചില അധ്യാപകരോട്, വത്സല എന്ന് പറഞ്ഞാൽ വാത്സല്യമുള്ള, ശിഷ്യവത്സലർ വിദ്യാർത്ഥികളോട് വാത്സല്യമുള്ള ചില അധ്യാപകരോട് കടം മേടിച്ച കുറച്ച് പണവുമായി ഞാനും വിജയലക്ഷ്മിയും ലക്ഷ്മി ഹോസ്പിറ്റലിലെത്തി. എന്തിനു വേണ്ടിയിട്ടാ? ഭ്രൂണഹത്യക്ക് വേണ്ടിയിട്ട്. ഭ്രൂണഹത്യക്കുള്ള പിതാവിന്റെ സമ്മതപത്രം ഒപ്പിടാനായി എന്റെ മുന്നിൽ നേഴ്സ് നിവർത്തി. അച്ഛൻ സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കണം. അതെന്തിനുള്ള സമ്മതപത്ര? തന്റെ ആദ്യമായിട്ട് ജനിക്കാൻ പോകുന്ന മകനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാനുള്ള സമ്മതപത്രമാണ്. വിജയലക്ഷ്മി വിങ്ങിപ്പൊട്ടുകയാണ്. അവളുടെ ഗർഭത്തിന്റെ ഇരുട്ടറയിൽ കിടന്ന് ഗർഭപാത്രത്തിൽ കിടന്ന് എന്റെ ആദ്യത്തെ കുഞ്ഞ് മുറവിളി കൂട്ടുകയാണ്. എങ്ങനെ? ഇദ്ദേഹം സങ്കല്പിക്കുകയാണ്, എന്റെ ആദ്യത്തെ കുഞ്ഞ് എങ്ങനെയാ മുറവിളി കൂട്ടുന്നത്? അച്ഛ, എന്റെ പൊന്നച്ഛ, എന്നെ കൊല്ലല്ലേ അച്ഛ. സപ്താശ്വരത്തിൽ എഴുന്നള്ളുന്ന ജപാകുസുമ സംകാശനും സർവ പാപജ്ഞനും ആയ സൂര്യദേവന്റെ മഹാദ്യുതി ഞാനും ഒരിക്കലെങ്കിലും കണ്ടുകൊള്ളട്ടെ അച്ഛ. ഞാനിവിടെ ജനിച്ചു കഴിഞ്ഞാലല്ലേ ഈ സൂര്യന്റെ മഹാദ്യുതി, തെളിച്ചം, ശോഭ, വെളിച്ചം, തിളക്കം എന്നൊക്കെ പറയുന്നത്. ആ സൂര്യന്റെ ദ്യുതി ഞാനും ഒന്ന് കണ്ടോട്ടെ അച്ഛ, എന്നെ കൊല്ലല്ലേ അച്ഛ, അതിൽ ഒപ്പിട്ട് കൊടുക്കല്ലേ അച്ഛ എന്ന് ഗർഭപാത്രത്തിൽ കിടന്ന ആ ഭ്രൂണം പറയുന്നതായിട്ട് ഇദ്ദേഹത്തിന് തോന്നുകയാണ്. കാരണം ജനിച്ചു കഴിഞ്ഞാലല്ലേ ഈ സൂര്യനൊക്കെ കാണാൻ ആ കുട്ടിക്ക് പറ്റൂ. ദെൻ സമുദ്രവസനയും രത്നഗർഭയുമായ ഭൂമിദേവിയെ ഒരിക്കലെങ്കിലും ഞാനും മാധുര്യമേറിയ ഭൂമിദേവിയെ ഒരിക്കലെങ്കിലും ഞാനും സ്പർശിച്ചു കൊള്ളട്ടെ അച്ഛ. ഈ ഭൂമി ഒന്ന് കണ്ടോട്ടെ അച്ഛ. 14 ലോകങ്ങളിലും വെച്ച് ഏറ്റവും മാധുര്യമേറിയ അമൃതമായ മാതൃസ്തന്യം, മുലപ്പാല്, ഒരേ ഒരു തുള്ളി ഒരിക്കലെങ്കിലും ഞാനും രുചിച്ചു കൊള്ളട്ടെ അച്ഛ. അച്ഛ, എന്റെ പൊന്നച്ഛ, എന്നെ കൊല്ലല്ലേ അച്ഛ എന്ന് ഗർഭപാത്രത്തിലിരുന്ന ആ ഭ്രൂണം പറയുന്നതായിട്ട് ആർക്ക് തോന്നുന്നു? എഴുത്തുകാരന് തോന്നുന്നു. ഇല്ല, അതൊന്നും ഞാൻ കേട്ടില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ, വിറയ്ക്കുന്ന കൈയോടെ എന്റെ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് കൊല്ലാനുള്ള സമ്മതപത്രം ഞാൻ ഒപ്പിട്ടു കൊടുത്തു. നേഴ്സ് വിജയലക്ഷ്മിയെ ഭ്രൂണഹത്യാ മുറിയിലേക്ക് കൊണ്ടുപോയി. നിർഭാഗ്യവാനായ മകനെ, നിർഭാഗ്യവതിയായ അമ്മേ, അതാരെ കൊണ്ടാ? വിജയലക്ഷ്മിയെ കുറിച്ചാണ്. നിർഭാഗ്യവതിയായ അമ്മേ, എന്താണ്? നിർഭാഗ്യവാനായ മകനെ, നിർഭാഗ്യവതിയായ അമ്മേ, മഹാപാതകിയായ ഈ പിതാവിനോട് പൊറുക്കണേ. ഞാൻ ആശുപത്രി വരാന്തയിൽ ബെഞ്ചിൽ തളർന്നിരുന്നു. എന്റെ ഉള്ളിൽ കണ്ണുനീരിന്റെ കരിങ്കടൽ കടഞ്ഞ് സർപ്പകേശിനിയും രക്തനേത്രയുമായ കാവ്യദേവത കാഗോള കുംഭവുമായി ഉയർന്നു വന്നു. മനസ്സിൽ കവിത വന്നു. ഞാൻ ആ വിഷകുംഭം വാങ്ങി സസന്തോഷം കുടിച്ചു. തൊണ്ട പൊള്ളിക്കൊണ്ട് പാടി, ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീ എൻ മകനെ. നരകങ്ങൾ വാപിളർക്കുമ്പോയെരിഞ്ഞു വിളിക്കുവാൻ ആരെനിക്കുള്ളൂ നീ അല്ലാതെ എങ്കിലും. അതാണ് പിറക്കാത്ത മകനെ എന്ന് പറയുന്ന കവിതയുടെ ആദ്യത്തെ വരികൾ. അപ്പൊ ആ വരികൾ, ഈ കവിത എഴുതാനുള്ള സാഹചര്യം, പശ്ചാത്തലമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ പശ്ചാത്തലമാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഭ്രൂണഹത്യ എന്ന് പറയുന്ന ഈ അധ്യായം. അപ്പൊ ഈ അവസരത്തിൽ ആദ്യമായിട്ട് വിജയലക്ഷ്മി ഗർഭിണിയായപ്പോൾ തനിക്ക് ജനിക്കാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞിനെ ഭ്രൂണമായിരിക്കുമ്പോൾ തന്നെ കൊല്ലേണ്ടി വന്ന അവസ്ഥയിൽ നിന്നാണ് പിറക്കാത്ത മകനെ എന്ന് പറയുന്ന കവിത പിറന്നത്. ആ വരി നോക്കൂ. ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീ എൻ മകനെ. നരകങ്ങൾ വാപിളർക്കുമ്പോഴെരിഞ്ഞു വിളിക്കുവാൻ ആരെനിക്കുള്ളൂ നീ അല്ലാതെ എങ്കിലും. ഈ കവിത അല്ല നമുക്ക് പഠിക്കാനുള്ളത്, ഈ പശ്ചാത്തലമാണ്.
ഈ കവിതയിൽ പിന്നീട് അങ്ങോട്ടുള്ള വരികളൊക്കെ ഭയങ്കരമായിട്ട് എന്താണ്, പെറ്റു വീഴാനിടമില്ലെനിക്കഞ്ഞ നിനക്കന്യർ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞൊരു ഈ ഭൂമിയിൽ എന്നൊക്കെയുള്ള വരികളുണ്ട്. പിന്നെ പറയാണ്, ജനിച്ചു കഴിഞ്ഞാൽ വേല കിട്ടാതെ വിയർക്കുന്നൊരച്ഛന്റെ വേദനയുണ്ടു വളരുന്നതെങ്ങിനെ, രോഗദാരിദ്ര്യ ജരാ നരാപീഠ ബാധിച്ചുഴന്നു മരിക്കുന്നതെങ്ങനെ. മോനെ, നിന്നെ ഇപ്പൊ ഞാൻ കൊന്നില്ലെങ്കിൽ, ഭ്രൂണഹത്യ ചെയ്തില്ലെങ്കിൽ, ഈ വേലയില്ലാത്ത ഈ അച്ഛന്റെ മകനായിട്ട് നീ എങ്ങനെയാ ജീവിക്കുക? അതുപോലെ തന്നെ രോഗം ദാരിദ്ര്യമൊക്കെ പിടിച്ച് നീ മരിച്ചു പോവില്ലേ? അതുകൊണ്ടാണ് ഈ ഭ്രൂണഹത്യ ചെയ്തത് എന്നുള്ളതാണ്. ഇതാണ് ഈ പിറക്കാത്ത മകന് എന്ന് പറയുന്ന കവിത അദ്ദേഹം എഴുതാനുണ്ടായ പശ്ചാത്തലം, സാഹചര്യം. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു അധ്യായം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു അധ്യായമായിട്ട് വീണ്ടും കാണാം. താങ്ക്